ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റോം, ജനീവ, സ്വീഡൻ, സൗത്ത് കൊറിയ. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് റോമിലാണ്. വയനാടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് രചിച്ച നോവൽ ഏത്? വിഷകന്യക, സർപ്പകന്യക, മീരയുടെ ദുഃഖം, സർപ്പഗന്ധി. വിഷകന്യകയാണ്. ചമയങ്ങളില്ലാതെ ആരുടെ ആത്മകഥയുടെ പേരാണ്? ഇ.കെ. നായനാർ, മമ്മൂട്ടി, ജി. മാധവൻ നായർ, എ.പി.ജെ. അബ്ദുൽ കലാം. മമ്മൂട്ടിയുടെ ആത്മകഥയുടെ പേരാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? സിന്ധു നദി, ഗംഗാ നദി, യമുന നദി, ബ്രഹ്മപുത്ര നദി. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കർണാടകയാണ് ശരിയായ ഉത്തരം. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാൺപൂർ, നാസിക്, ബംഗളൂരു, കൽക്കത്ത. സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ്? സിൻഡൽ, മാണ്ടൽ, നൈസൻസ്, സിൽക്ക്. സിൻഡൽ എന്നായിരുന്നു. മഹാനദി ജലതർക്കം ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലാണ് നിലനിൽക്കുന്നത്? ആസാം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ബംഗാൾ, ത്രിപുര. ഒഡീഷയും ഛത്തീസ്ഗഡും തമ്മിൽ. കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജി. നാരായണക്കുറുപ്പ്, ജിതു കൃഷ്ണമൂർത്തി, ടി. രാമറാവു, മഹേന്ദ്രലാൽ. കോട്ടയം നഗരത്തിന്റെ ശില്പി ടി. രാമറാവു ആണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുനെല്ലി, വടക്കുംനാഥ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ശാരീരിക ബന്ധത്തിനോട് താല്പര്യം കൂട്ടാൻ ചെയ്യേണ്ടത്? കുളിക്കുക, സ്വയംഭോഗം ചെയ്യുക, വ്യായാമം ചെയ്യുക, സംസാരിക്കുക. ശാരീരിക ബന്ധത്തിനോട് താല്പര്യം കൂട്ടാൻ കുളിക്കുക.